വിദ്യാർത്ഥികളെ എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനെയും എന്ത് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ്സുകൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാനോടാ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിൽ നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാണ് ഇറ്റ് കൺസേൺ വിത്ത് തിങ്കിങ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരുന്നത്. ദാറ്റ് മീൻസ് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ, പോളിസി മേക്കിംഗ്, പ്ലാനിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക. അതുപോലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസേൺ വിത്ത് ഡൂയിങ്, ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഈ രണ്ട് കാര്യമാണ് മാനേജ്മെന്റിൽ വരുന്നത് എന്നുള്ളത് പറയുന്നു. അപ്പോൾ നമുക്ക് പല വ്യൂസുകളും ഉണ്ട്, പല റൈറ്റേഴ്സ് ഉണ്ടായിരിക്കും, പല ചിന്തകരുണ്ടായിരിക്കും, പലരും പല രീതിയിലാണ് അഡ്മിനിസ്ട്രേഷനെയും മാനേജ്മെന്റിനെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞ എന്താണ്, ഇറ്റ് കൺസേൺ വിത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസേൺ വിത്ത് തിങ്കിങ് പ്രോസസ്സാണ്. അതിലെന്തൊക്കെ വരുന്നതാ, പോളിസി മേക്കിങ്ങും പ്ലാനിങ്ങും വരുന്നുണ്ട്. ഇനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഡൂയിങ് ആണ്, അവിടെ എക്സിക്യൂഷനും ഇംപ്ലിമെന്റേഷനും ആണ് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു വ്യൂ പ്രകാരം നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയിൻലി അറ്റ് ടോപ്പ് ലെവൽ ഫംഗ്ഷൻ എന്ന് പറയുന്നവരുണ്ട്. എന്താ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോവർ ലെവൽ ഫംഗ്ഷനാണ്. മിഡിൽ ലെവൽ മാനേജേഴ്സോ അല്ലെങ്കിൽ ലോവർ ലെവലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാനേജ്മെന്റ് എന്നുള്ളതും ചിലരുടെ വ്യൂവിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻ പ്രാക്ടീസ് ദ ബോത്ത് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ മാനേജേഴ്സ് അറ്റ് ദി ടോപ്പ് ലെവൽ. ചിലപ്പോൾ ഇൻ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ, അതായത് ശരിയായ രീതിയിലേക്ക് വരുമ്പോൾ ബോത്ത് ഫങ്ഷൻസ്, അതായത് ഏതൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസും ടോപ്പ് ലെവൽ മോർ ഫോക്കസ് ഓൺ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ലോവർ ലെവൽ മോർ ഫോക്കസ് ഓൺ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ടോപ്പ് ലെവൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ, നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ ടോപ്പ് ലെവലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും, ഇവിടെ അഡ്മിനിസ്ട്രേഷനിലായിരിക്കും. ദെൻ ലോവർ ലെവലിലുള്ള അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ളവരൊക്കെ ആയിരിക്കും മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കുക, ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ടോപ്പ് ലെവലിലുണ്ടായിരിക്കും. അവർ കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ അതിൻ്റെ താഴെയുള്ള മാനേജ്മെന്റ്, ആ ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ ടോപ്പ് ലെവലിൽ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വ്യൂ പോയിന്റുകൾ പറഞ്ഞു. ഒരെണ്ണം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസേൺ വിത്ത് തിങ്കിങ് ആണ്. തിങ്കിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്, പോളിസി മേക്കിങ്ങും പ്ലാനിങ്ങും വരുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൂയിങ് ആണ്. അതിലെന്തൊക്കെ വരുന്നുണ്ട്, എക്സിക്യൂഷനും ഇംപ്ലിമെന്റേഷനും വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ടോപ്പ് ലെവലാണ്, ഫംഗ്ഷനാണ്. അതുപോലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ ലെവൽ ഫംഗ്ഷനാണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി വ്യൂസ് ഓഫ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, അടുത്തൊരു സെക്കൻഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യൂവും കൂടി നമുക്ക് ഇവിടെ പറയുകയാണ്. മാനേജ്മെന്റ് ഈസ് എ ബോർഡ് ടേം ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ബോർഡ് ടേം ആണ്. ദാറ്റ് ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേഷൻ. ചിലർ പറയടാ, മാനേജ്മെന്റ് ഒരു വലിയ ടേം ആണ്, ബ്രോഡ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പറയുന്നുണ്ട് വേറൊരു വ്യൂ പോയിന്റിൽ. ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആർ ഡിവൈഡ്. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിന് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും ഓപ്പറേറ്റീവ് മാനേജ്മെന്റും എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനേജ്മെന്റ് ആണ് വലുത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും അതുപോലെ ഓപ്പറേറ്റീവ് മാനേജ്മെന്റും. ആ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത് ടോപ്പ് ലെവലാണ്, ഓപ്പറേറ്റീവ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ലോവർ ലെവലാണ്. ഇപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ടേം ആണെന്നാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ഇവിടെ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പീറ്റർ എഫ് ഡ്രക്കർ ഉണ്ട്. പീറ്റർ എഫ് ഡ്രക്കറുടെ വ്യൂ പ്രകാരം മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ദ ഡിഫറൻസ് ലൈസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ. ഇത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വ്യൂ എന്നുള്ളതാണ് പീറ്റർ എഫ് ഡ്രക്കർ പറയണത്. നമുക്ക് നോക്കാം. ഈ നോൺ ബിസിനസ് ഓർഗനൈസേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ നോൺ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഗവൺമെൻറ്, ആർമി, ചർച്ച്, അതായത് നോൺ ബിസിനസ് ആണ്, അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല, അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക,
അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുക. ബിസിനസ് എൻ്റർപ്രൈസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയില്ല, അവിടെ എന്തെന്ന് പറയുള്ളൂടാ, മാനേജ്മെന്റ് എന്നേ പറയുള്ളൂ എന്നാണ് അത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറഞ്ഞത് അദ്ദേഹം പറയുകയാണ്, നോൺ ഗവൺമെൻറ് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ലൈക്ക് ഏതൊക്കെയാണ്, ഗവൺമെൻറ്, ആർമി, ചർച്ച് പോലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേം വരിക. ഓക്കെ, അതല്ല ബിസിനസ് എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്തെന്ന് വരുന്നത് വരിക, മാനേജ്മെൻറ്റ് എന്ന് വരുന്നത് വരിക. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് നോക്കാം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇത് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ദർ ഇസ് എ നോ റിയൽ ഡിഫറൻസ് പറയണത്. ഇതിന് വലിയ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രധാനപ്പെട്ട വലിയ റിയൽ ഡിഫറൻസ് ഒന്നുമില്ല. എവരി മാനേജേഴ്സ് പെർഫോം ബോത്ത്, എല്ലാ മാനേജേഴ്സും രണ്ട് കാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഫോക്കസ് മോർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജേഴ്സ് ഫോക്കസ് ഓൺ മോർ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ രണ്ട് മാനേജേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ലോവർ ലെവൽ മാനേജേഴ്സ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഇവിടുന്ന് ഡീപ്പായിട്ടൊന്നും അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. മെയിനായിട്ട് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടോപ്പ് ലെവൽ ചെയ്യുന്നവരാണ്, മറ്റേത് ലോവർ ലെവലാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളതൊന്ന് നന്നായി പഠിച്ചു വയ്ക്കണം. പീറ്റർ എഫ് ഡ്രക്കർ എന്താണ് പറഞ്ഞത്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുകളൊക്കെ ഉണ്ടായിരിക്കും, നമ്മുടെ ഏതൊക്കെ ആർമി, അതുപോലെ ചർച്ച്, അങ്ങനെ തുടങ്ങിയ ഓർഗനൈസേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പദം കൂടുതലായിട്ട് ഉപയോഗിക്കുക. മറ്റോടത്ത് നമ്മളെന്താ ബിസിനസ് സ്ഥാപനങ്ങളിലാണ് മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഡിഫറൻസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ജസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസേൺ വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മേജർ പോളിസീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവുകൾ തീരുമാനിക്കുക, പ്രധാനപ്പെട്ട പോളിസീസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ മാനേജ്മെൻറ്റ് ജോലി എന്ന് പറഞ്ഞാൽ എന്താടാ, പുട്ട് ഇൻ ടു ആക്ഷൻ ദ പോളിസീസ് ആൻഡ് പ്ലാൻസ് ലൈ ഡൗൺ ബൈ ദി അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ വഴി എടുത്ത തീരുമാനങ്ങൾ, ഈ ഒബ്ജക്റ്റീവ്സ്, ഈ പോളിസീസുകളൊക്കെ ഉണ്ടല്ലോടാ, ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക, ഇതിനൊക്കെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാനേജ്മെൻറ്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വഴിയെടുത്ത പ്ലാൻസും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, ഇത് ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ ഇത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്. ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഫംഗ്ഷനാണ്. ഡിറ്റർമിൻ ചെയ്ത് വെക്കുന്ന, കണ്ടെത്തുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ മാനേജ്മെൻറ്റ് കാര്യത്തിൽ വരുമ്പോൾ എന്താണ്, നടപ്പിലാക്കുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസുകളെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കോപ്പ് നോക്കാം. ദ മേജർ ഡിസിഷൻ ഓഫ് ദി എൻ്റർപ്രൈസസ് ആസ് എ വോൾ, നമ്മളെന്താ അതായത് പ്രധാനപ്പെട്ട ഡിസിഷൻ, ഓർഗനൈസേഷനെ ഫുള്ളുമായിട്ട് ബാധിക്കുന്ന മേജറായിട്ടുള്ള ഡിസിഷൻസുകളൊക്കെ ടേക്ക് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ടേക്ക് ഡിസിഷൻ വിത്തിൻ ദി ഫ്രെയിംവർക്ക്, അതായത് മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവരൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും, ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ, അതായത് അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും, ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂടാ, അവർ പ്രവർത്തിക്കുള്ളൂ എന്നാണ് പറയണത്. ഓക്കെ, പക്ഷെ അഡ്മിനിസ്ട്രേഷൻ ആണെന്നുവെച്ചാൽ ഓർഗനൈസേഷൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇനി ലെവൽ ഓഫ് അതോറിറ്റി ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ്, ഇതെന്താണ് മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ ആക്ടിവിറ്റിയാണ്. ഇനി നേച്ചർ ഓഫ് സ്റ്റാറ്റസ് കൺസിസ്റ്റ് ഓണേഴ്സ്, ഇനി നോക്കിയേ, നിങ്ങൾ തന്നെ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ആരൊക്കെ വരാൻ സാധ്യതയുള്ളത്, ഷുവറാണ്, ആരാ, ഒന്ന് ഓണേഴ്സ് ആയിരിക്കും, അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ളവരുണ്ടായിരിക്കും, പിന്നെ അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കുക. മറ്റോടത്ത് മാനേജ്മെൻറ്റിലാണെന്ന് വെച്ചാൽ കൺസിസ്റ്റ്സ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽ യൂസിങ് സ്പെഷ്യലൈസ്ഡ് നോളജ് ടു അച്ചീവ് ഗോൾ. അല്ലേ, നമ്മൾ ഒരു മാനേജ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലായിട്ടും അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനും നടത്താനും നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസുകളായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ടായിരിക്കുക ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം, പോപ്പുലർ ഇൻ നേച്ചർ ഓഫ് യൂസേജ്, പോപ്പുലർ ഇൻ ഗവൺമെൻറ് മിലിറ്ററി എഡ്യൂക്കേഷൻ ആൻഡ്, നമ്മുടെ പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ പോപ്പുലർ ആയിട്ടുള്ളത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, മിലിറ്ററിയിൽ, എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷനിലൊക്കെയാണ്, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണ്. ഇനി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്നത് എവിടെയാണ്, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലാണ്. ക്ലിയർ? ഡിസിഷൻ മേക്കിംഗ് ആണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ, ഗവൺമെൻറ് പോളിസീസ്,
സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ് ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുക. പക്ഷേ ഇവിടെയാണെന്നുണ്ട് മാനേജ്മെൻറ്റിലാണ് വെച്ചെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാല്യൂസ് ഒപ്പീനിയൻസ് ആൻഡ് ഓഫ് മാനേജേഴ്സ്. ഒരു മാനേജേഴ്സിൻ്റെ വാല്യൂസ് അതുപോലെ അവരുടെ ഒപ്പീനിയൻസ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ, ഗവൺമെൻറ് പോളിസീസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ് ഒക്കെ നോക്കും. പക്ഷെ മാനേജ്മെൻറ്റിലാണെങ്കിൽ അതൊന്നും ഇല്ലടാ. ആ മാനേജറിൻ്റെ വാല്യൂസ്, ക്വാളിറ്റീസ്, കഴിവൊക്കെ അനുസരിച്ചായിരിക്കും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഇനി മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ ഇൻവോൾവ്സ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഫങ്ഷൻസ് ആണ് അതിൽ വരുന്നത്. മറ്റെടുത്താ ഇൻവോൾവ്സ് മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ മോട്ടിവേറ്റിംഗ്, അതായത് മാനേജ്മെൻറ്റിൽ മോട്ടിവേഷനും കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എംപ്ലോയീസിനെ, ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവിലാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ് വരുന്നത്. ക്ലിയർ? ഇനി എബിലിറ്റി എന്തൊക്കെ വേണം? റിക്വയർ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റീസ് വേണം മോർ ദാൻ ദി ടെക്നിക്കൽ നോളജ്. ടെക്നിക്കൽ സ്കില്ലിനേക്കാൾ കൂടുതൽ എന്ത് നോളജാണ് ഇവിടെ വേണ്ടത്? നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ആണ് അഡ്മിനിസ്ട്രേഷനിൽ വേണ്ടത്. ടെക്നിക്കൽ നോളജ് ഒന്നും അധികം വേണമെന്നില്ല. പക്ഷേ ഒരു മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവ് എന്ത് വേണം? നമുക്ക് നന്നായിട്ട് വേണമെന്നാണ് ഇതിൽ പറയണത്. മാനേജ്മെൻറ്റ് എന്നുള്ള പറഞ്ഞ പോയിന്റിൽ പറയുന്നതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണോടാ? പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റാതെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. മറക്കരുത്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അതായത് ഒന്നുമില്ല, ഈ മാനേജ്മെൻറ്റിനെ പല ആൾക്കാരും പല വ്യൂ പോയിന്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. പല ചിന്താഗതിയിലൂടെയാണ് മാനേജ്മെൻറ്റ് നിർവഹിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ തോട്ടും നമുക്കൊരു 8-9 തോട്ട് പഠിക്കാനുണ്ട്. ആ തോട്ടിലൊക്കെ മാനേജ്മെൻറ്റിനെ പറ്റി എന്താ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നോക്കാം. ആദ്യത്തെ തോട്ട് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ. എന്തായിരുന്നു? മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ തോട്ടാണ്. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ഹെൻറി ഫയോളാണ്. മറക്കരുത്, ഹെൻറി ഫയോളിൻ്റെ തോട്ടാണ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കണം, പ്രോസസ്സാണ് കേട്ടോ. ഇറ്റ് വ്യൂസ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്. ഇത് എന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ദാറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ത്രൂ ഇറ്റ്സ് ഫങ്ഷൻ. ഇത് പഠിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസുകൾ പോലെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹെൻറി ഫയോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഫങ്ഷൻസുകൾ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അല്ലേ? അതൊക്കെ ഹെൻറി ഫയോളിൻ്റെ ഫങ്ഷൻസുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസുകളെല്ലാം ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ആര് പറഞ്ഞത്? ഹെൻറി ഫയോൾ. ഏത് സ്കൂളിലാണ് പറഞ്ഞത്? മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂളിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, സ്റ്റാഫിങ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ ഒരു പ്രക്രിയയായിട്ടല്ല നടന്നു പോകുന്നത്. സോ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് സ്കൂളാണ് എന്നുള്ളത് ആര് പറഞ്ഞത്? നമ്മുടെ ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്സ് ഉണ്ട്. ഈസ് ദാറ്റ് എന്താ പറയുന്നത്? നോട്ട് അഡ്വക്കസി അഡ്രസ് ദി മോഡേൺ ചാലഞ്ചസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഇൻ എ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അതായത് നമുക്കറിയാം, എൻവയോൺമെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മേജർ ഡ്രോബാക്ക് ഈസ് ദാറ്റ് ഡസ് നോട്ട് അഡ്വക്കേറ്റ്ലി അഡ്രസ് ദ മോഡേൺ ചലഞ്ചസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് വരുന്ന ചലഞ്ചസ്, ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ധാരാളം ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതേ പ്രോസസ്സിൽ തന്നെ നമ്മളിങ്ങനെ കടന്നു പോകുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഈ സ്കൂളിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. സോ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ മറക്കരുത്, ഹെൻറി ഫയോളാണ് മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അടുത്തത് നോക്കാം. എംപെരിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. എംപെരിക്കൽ സ്കൂൾ എന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ഏണസ്റ്റ് ഡെയിൽ, ഹാർവേഡ് ബിസിനസ് സ്കൂൾ. ഏണസ്റ്റ് ഡെയിൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഹാർവേഡ് ബിസിനസ് സ്കൂളിലാണ് അദ്ദേഹം ഇത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേറ്റ് വിത്ത് മെനി കൺട്രീസ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ രാജ്യങ്ങളിൽ മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ ആയിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആരാണ്? മറക്കരുത്, ഏണസ്റ്റ് ഡെയിൽ എന്ന് പറയുന്ന ആളാണ്. മറക്കരുത്, ഏണസ്റ്റ് ഡെയിൽ എന്ന് പറയുന്ന ആളാണ്. ഹാർവേഡ് ബിസിനസ് സ്കൂളാണ്. ദി സ്കൂൾസ് ബിലീവ് ദാറ്റ് മാനേജ്മെൻറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദ സ്റ്റഡിങ് ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇവിടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാടാ. ഇവിടെ എന്താ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഉള്ള കമ്പനികളിലെ മാനേജേഴ്സിനെ നോക്കുക, അവരെന്താണോ ചെയ്തത് അതുപോലെ നമ്മൾ ചെയ്യാം.
അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടിപൊളിയാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കുക, ദിസ് സ്കൂൾ ബിലീവ് ദാറ്റ് മാനേജ്മെന്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ സ്റ്റഡിയിങ് ദി പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് മാനേജേഴ്സ്. അതായത് കഴിഞ്ഞു പോയ എക്സ്പീരിയൻസുകൾ മാനേജേഴ്സിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഇപ്പം നടപ്പിലാക്കുക എന്നുള്ള രീതിയാണ് പറഞ്ഞത്. ശരിക്കും അത് ക്ലിക്കാവും, ഒരിക്കലും ക്ലിക്കാവില്ല. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ലുക്ക് ബാക്ക് പോളിസി. മറക്കരുത്, ഇതൊരു ലുക്ക് ബാക്ക് പോളിസി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്തത്. അതായത് ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തിരിഞ്ഞു നോട്ടല്ല, കഴിഞ്ഞു പോയ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കി അത് വെച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റിൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് പ്രാവർത്തികമാകും, ഒരിക്കലും പ്രാവർത്തികമാവില്ല. എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ആര് കൊണ്ടുവന്നതാണ്? ഏണസ്റ്റ് ഡെയൽ എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഏത് സ്കൂൾ ഓഫ് തോട്ടാണ്? എംപെരിക്കൽ സ്കൂൾ ഓഫ് തോട്ടാണ്. ലുക്ക് ബാക്ക് പോളിസി ഏത് തോട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എംപെരിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഏണസ്റ്റ് ഡെയൽ ആണ്. മറക്കരുത്, അദ്ദേഹം എവിടെയായിരുന്നു? ഹാർവേഡ് ബിസിനസ് സ്കൂളിലായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇത് പ്രൈമറി മെത്തേഡ് റെക്കമെൻഡഡ് ഹിയർ ഈസ് ദി കേസ് സ്റ്റഡി അപ്രോച്ച്. അപ്പോൾ ഈ മെത്തേഡിൽ കേസ് സ്റ്റഡി പോലെ വർക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദ മെയിൻ ലിമിറ്റേഷൻ ഈസ് ദാറ്റ് ലെസ് എഫക്റ്റീവ്ലി ബൈ ഡൈനാമിക് കണ്ടീഷൻ. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിൽ ഒരിക്കലും ഈ ഒരു മെത്തേഡ് എന്തല്ല, നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വെച്ച് തീരുമാനമെടുത്ത് മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും നമുക്ക് പറ്റില്ല. സോ ഡൈനാമിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു അപ്രോച്ച് നമുക്ക് എന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് ആര് പറയണത്? ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എംപെരിക്കൽ മറക്കരുത്, എന്താണ്? ലുക്ക് ബാക്ക് പോളിസിയാണ്, ഏണസ്റ്റ് ഡെയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഹ്യൂമൻ ബിഹേവിയർ സ്കൂളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരായിട്ടുള്ള എൽട്ടൺ മയോ, എബ്രഹാം മാസ്ലോ ആൻഡ് ഡഗ്ലസ് MC ഗ്രിഗർ എന്ന് പറയുന്ന 3 ആൾക്കാർ. മറക്കരുത്, ആരൊക്കെയാടാ? എൽട്ടൺ മയോ, എബ്രഹാം മാസ്ലോ ആൻഡ് ഡഗ്ലസ് MC ഗ്രിഗർ എന്ന് പറയുന്ന ആൾക്കാർ. എൽട്ടൺ മയോ, എബ്രഹാം മാസ്ലോ, ഡഗ്ലസ് MC. ഇനി സത്യം പറയാലോ, ഈ ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മളെ എംപ്ലോയീസിന് നമുക്കൊരു നമ്മൾ മനുഷ്യന്മാരായിട്ട് കണ്ട ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുന്നവരൊരു മനുഷ്യന്മാരായി ആണ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടായാൽ മാത്രമേ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽട്ടൺ മയോനോ, എബ്രഹാം മാസ്ലോ, ഡഗ്ലസ് MC ഗ്രിഗർ എന്ന് പറയുന്ന ആളൊക്കെ. നോക്കാം, ഇറ്റ് റിഗാർഡ്സ് മാനേജ്മെന്റ് ആസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പൈസ ഉണ്ടാക്കല, ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല. ഇറ്റ് റിഗാർഡ്സ് മാനേജ്മെന്റ് ആസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് ദി വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്തെ എംപ്ലോയീസിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പഠനത്തെ കൂടിയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന 3 ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഈ എബ്രഹാം മാസ്ലോയൊക്കെ നമുക്ക് അറിയേണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ തിയറി ഒക്കെ ഉണ്ട്, നീഡ് ഹൈറാർക്കി തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ആ തിയറി ഒക്കെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി ഈ ഒരു തോട്ട് ഓഫ് സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട എലമെൻസുകൾ ഉണ്ടായിരുന്നു. ആ എലമെൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മോട്ടിവേഷൻ, അല്ലെ, എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കണം, ലീഡർഷിപ്പ് കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരുടെ നടന്നിട്ടുണ്ടായിരിക്കണം. സോ ഇത് വളരെ എസെൻഷ്യൽ ആണ് എന്നുള്ളത് ഈ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ഫോക്കസ് ഓൺ പീപ്പിൾ. ഇത് കൂടുതലായിട്ട് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? പീപ്പിൾസിനെയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, കൂടുതലായിട്ട് എംപ്ലോയീസിനെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ എന്ന് വെച്ച് നമ്മൾ പീപ്പിൾസിനെ ഫോക്കസ് ചെയ്യും വേണം, പക്ഷെ നമ്മൾ ഓവറായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്, എംപസൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു തിയറി ഓവറായിട്ട് അതിനെ എംപസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ മറക്കരുത്, ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഈസ് ഡെവലപ്ഡ് ബൈ എൽട്ടൺ മയോ, എബ്രഹാം മാസ്ലോ ആൻഡ് ഡഗ്ലസ് MC ഗ്രിഗർ. നെക്സ്റ്റ് നോക്കാം, സോഷ്യൽ സിസ്റ്റം സ്കൂൾ. നോക്കാം, ചെസ്റ്റർ ബെർണാർഡ് എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈസ് റെക്കഗ്നൈസ്ഡ് ദ ഫൗണ്ടർ ഓഫ് ദിസ് സ്കൂൾ ആണ്. അതർ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ് ഹെർബർട്ട് സിമൺ ആൻഡ് റെനീസ് ലിക്കേർട്ട്. അപ്പോൾ ശ്രദ്ധിക്കാം, ചെസ്റ്റർ ബെർണാർഡ് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഹെർബർട്ട് സിമൺ ആൻഡ് റെനീസ് ലിക്കേർട്ട് എന്ന് പറയുന്ന ആളുമാണ് ഈ സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദി സ്കൂൾ വാസ് ഓർഗനൈസേഷൻ സോഷ്യൽ സിസ്റ്റം. ഞാൻ പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സിസ്റ്റം ആണെന്നാണ് ഇവർ പറയുന്നത്. കോമ്പോസ്ഡ് ഓഫ് എ വാരിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് നമുക്കറിയാം, ഒരു സോഷ്യലി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടായിരിക്കും ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കുക, അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ, ഡിഫറെൻറ്റ് റിലീജിയസിലുള്ള, ഡിഫറെൻറ്റ് ഏജസിലുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. സോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്തെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് ആര് പറയണത്? ജസ്റ്റിൻ ബെർണാർഡ് അല്ലെങ്കിൽ ഹെർബർട്ട് സിമൺ ആൻഡ് റെനീസ് ലിക്കേർട്ട് എന്നുള്ളത് പറയണം. ഇറ്റ് എംബസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇവരാണ് എന്തിനെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ട് എന്നുള്ളത്. അതായത് എപ്പോഴും ഇങ്ങനെ ഫോർമലായിട്ട്
മാനേജേഴ്സ് ഉണ്ടായിരിക്കുന്നു, എംപ്ലോയീസ് ഉണ്ടായിരിക്കുന്നു, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇത് മാത്രം പോലെ ഓർഗനൈസേഷനിൽ ഒരു ഇൻഫോർമലായിട്ട് ഇടയ്ക്ക് തമാശ പറയാനും കളിക്കാനും ചിരിക്കാനും ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാനും ഇതിനൊക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് ചെസ്റ്റൻ ബെർണാർഡ്, ഹെർബർട്ട് സിമൺ ആൻഡ് റെനീസ് വിക്കർട്ട് എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യലി ഫോം ചെയ്യേണ്ടതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻസുകൾ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ പ്രൈമറി ടാസ്ക് ഓഫ് ദി മാനേജ്മെന്റ് ഈസ് ടു ഹാർമണൈസ് ദി ഇൻറ്റഗ്രേറ്റ് ദി ഓർഗനൈസേഷൻ ഗോൾ വിത്ത് ഗ്രൂപ്പ് ഗോൾ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞില്ല ഒരു സോഷ്യൽ സിസ്റ്റം ആണെന്ന് പറഞ്ഞില്ല, പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ എന്തായിരിക്കും ഓരോ ഗോളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാ ഗോളുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇവർ ഇൻഫോർമലായിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വിട്ടുകൊണ്ട് ഇവരുടെ ഈ ഗോളെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കണം ഒരു സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, അതാണ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം, ഡിസിഷൻ തിയറി സ്കൂൾ. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് പീറ്റർ ഡ്രക്കർ ആൻഡ് ഹെർബർട്ട് സിമ്മൺ ആണ്. അപ്പോൾ ഡിസിഷൻ തിയറി പറയണത് പീറ്റർ എഫ് ഡ്രക്കറും ഹെർമൺ സിമ്മൺ എന്ന് പറയുന്ന അദ്ദേഹവുമാണ്. ദി സ്കൂൾ ഫോക്കസ് ഓൺ ദി ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് ദി മാനേജർ. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് മാനേജർ, ഒരു മാനേജറിന് ഡിസിഷൻ മേക്കിംഗ് റോളിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് അസേർട്ട് ദ മാനേജേഴ്സ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു മേക്ക്. ഈ ഒരു തോട്ട് പ്രകാരം പറയണത് ഒരു മാനേജറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു പീറ്റർ ഓഫ് ഡ്രക്കർ, എവറിത്തിങ് എ മാനേജർ ഡസ് ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ഡിസിഷൻ. ഒരു മാനേജർ എന്ന് പറയുന്ന ആൾ എന്ത് കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ത്രൂ ഡിസിഷൻ തീരുമാനം എടുത്ത് ഡിസിഷൻ മേക്കിങ്ങിലൂടെ ആയിരിക്കും എന്തൊരു കാര്യം എന്ത് ചെയ്യണത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറയണത്. ദ മാനേജർ സക്സസ് ഈസ് ജഡ്ജ്ഡ് ബൈ ദർ എബിലിറ്റി ടു മേക്ക് ദി റൈറ്റ് ഡിസിഷൻ അറ്റ് ദി റൈറ്റ് ടൈം. ഒരു മാനേജറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒരു എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ എന്ത് വെച്ചിട്ടാണ്, മേക്ക് ദി റൈറ്റ് ഡിസിഷൻ അറ്റ് ദി. ഒരു മാനേജർ റൈറ്റ് തീരുമാനം എടുക്കുന്നു, റൈറ്റ് ടൈമിൽ റൈറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗുഡ് മാനേജറാണെന്നുള്ളത് പറയാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏത് സ്കൂളിൽ പറയണത്, ഡിസിഷൻ തിയറി സ്കൂളിൽ പറയണത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ ആൻഡ് ഹെർബർട്ട് സിമ്മൺ ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ സ്കൂളായിരുന്നു അത്. ഓക്കെ, ഇനി മാത്തമെറ്റിക്കലാണ്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ മാത്തമെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സ്കൂളാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോയൽ ഡീൻ, ആരൊക്കെയാണ്, ജോയൽ ഡീൻ, ന്യൂമാൻ, ഹിക്സ് പറയുന്ന ആൾക്കാരാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ സ്കൂൾ യൂസ് മാത്തമെറ്റിക്കൽ ടൂൾസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മാത്തമെറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നു സോൾവ് ദി മാനേജീരിയൽ പ്രോബ്ലംസ് ആണ്. ഇനി ഇറ്റ് ഫോളോസ് പ്രിൻസിപ്പിൾ, എന്ത് പ്രിൻസിപ്പിൾ ഇത് ഫോളോ ചെയ്യുന്നത്, വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി മാനേജ്ഡ്. വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി, അതായത് നമുക്ക് എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാൻ പറ്റാത്തത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ കൂടി പറ്റില്ല എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ടൂളുകൾ അതിൽ ഉപയോഗിക്കുന്നത്, ഓപ്പറേഷണൽ റിസർച്ച്, ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, സിമുലേഷൻ, മോഡൽ ബിൽഡിംഗ്, ഈ പറയുന്ന എല്ലാ തിയറികളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് എന്ത് ചെയ്യുന്നത്, ആ തീരുമാനം നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്, ഡിഫിക്കൽട്ടാണ്. ഒരു ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുള്ളതാണ് എന്ത് ചെയ്യണത് ഇവിടെ പറയണത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സിസ്റ്റം സ്കൂൾ അപ്രോച്ച് ആണ് കേട്ടോ. സിസ്റ്റം സ്കൂൾ അപ്രോച്ച്. ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആർ ആരാ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ്, കെന്നത്ത് ബൗൾഡിംഗ്, ജോൺസൺ ആൻഡ് സി വി ചർച്ച്മാൻ. മറക്കരുത്, കെന്നത്ത് ബൗൾഡിംഗ്, ജോൺസൺ ആൻഡ് സി വി ചർച്ച്മാൻ എന്ന് പറയുന്ന അധ്യാപകരാണ് എന്തെന്ന് പറഞ്ഞാൽ സിസ്റ്റം അപ്രോച്ചിൻ്റെ ഡെവലപ്പേഴ്സ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, ആ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് സബ് സിസ്റ്റംസുകൾ ഉണ്ടായിരിക്കും. ദ സ്കൂൾ ഡിഫൈൻസ് മാനേജ്മെൻറ്റ് എസ് എ സിസ്റ്റം കംപ്രൈസിങ് മൾട്ടിപ്പിൾ സബ് സിസ്റ്റംസ്. അല്ലേ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നോക്കിയാൽ അതിൻ്റെ താഴെ മൾട്ടിപ്പിൾ സബ് സിസ്റ്റംസുകളില്ലേ, ഇതൊരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ അണ്ടറിൽ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലേ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കുക, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്കെ, HR ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്ത് പറയണത്,
സബ് സിസ്റ്റമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ സബ് സിസ്റ്റംസ് എല്ലാവരും എന്ത് ചെയ്യണോടാ, ഈ സബ് സിസ്റ്റംസ് എല്ലാതും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഡിക്റ്റം ഇവർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രീറ്റ് ദ പേഷ്യൻറ്റ് നോട്ട് ദി ഡിസീസസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിച്ചു, എന്താ, വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി മാനേജ്ഡ്. അത് നമ്മൾ മാത്തമെറ്റിക്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി സിസ്റ്റം അപ്രോച്ച് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡിക്റ്റ് ഉണ്ട്, എന്താ, ട്രീറ്റ് ദി പേഷ്യൻറ്റ് നോട്ട് ദി ഡിസീസസ്. പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ ഡിസീസിനെ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഓരോ സബ് സിസ്റ്റംസുകളും ഉണ്ട് ഇല്ലേ, ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ, HR ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ ഇൻഡിവിജ്വൽസിൻ്റെ പ്രശ്നം തീർക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസുകൾ തീർക്കുന്നതിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യണത് പ്രധാനമായിട്ട് പറയണത്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഈസ് റെക്കമെൻഡ് ടു സോൾവിങ് മാനേജീരിയൽ പ്രോബ്ലംസ്. ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പോയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണടാ, ഓരോ പ്രോബ്ലം ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നല്ല പറഞ്ഞത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ പ്രോബ്ലംസുകൾ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം അവിടെ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടുക എന്നുള്ളതാണ്. അല്ലാതെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ മാത്രം അല്ല നമ്മൾ അവിടെ മെയിനായിട്ട് നോക്കേണ്ടത്. ഓർഗനൈസേഷൻ്റെ മൊത്തം ഗോളിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദ മെയിൻ ലിമിറ്റേഷൻ ഈസ് ദാറ്റ് മേക്സ് ദ മാനേജേഴ്സ് വർക്ക് മോർ കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ്. മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സിൻ്റെ വർക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. കുറേ അവർക്ക് വർക്ക് ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് കുറച്ച് കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ നോക്കണം. മാത്തമെറ്റിക്കലിൻ്റെ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കണം. വാട്ട് കനോട്ട് ബി മെഷേർഡ് കനോട്ട് ബി മാനേജ്ഡ്. അതുപോലെ ഇതിലൊരു ഡിക്റ്റം പഠിക്കണം, ട്രീറ്റ് ദി പേഷ്യൻറ്റ് നോട്ട് ദി ഡിസീസ് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ച് സ്കൂളിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കണ്ടിജൻസി അപ്രോച്ച് സ്കൂൾ നോക്കാം. ജോൺ വുഡ്വേർഡ് ആൻഡ് ഫീറ്റ്ലർ ആൻഡ് JW ലോർസ്റ്റ് ആൻഡ് PR ലോറൻസ്. ഓക്കെ, എന്തൊക്കെ ആരൊക്കെയാന്ന് പറഞ്ഞാൽ, ജോൺ വുഡ്വേർഡ് ആൻഡ് ഫീറ്റ്ലർ ആൻഡ് JW ലോർച്ച് ആൻഡ് PR ലോറൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് കണ്ടിജൻസി അപ്രോച്ച് സ്കൂളിൽ പറയുന്നത്. എന്താ കണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ മീനിങ് എന്താണ്, സിറ്റുവേഷൻ അല്ലേ. സിറ്റുവേഷൻ എന്നുള്ളതാണ് കണ്ടിജൻസിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദി സ്കൂൾ പൊസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് വാരി അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അല്ലേ. ഓരോ സിറ്റുവേഷനനുസരിച്ചിട്ടും ഓരോ കാലത്തിനനുസരിച്ചിട്ടും ഓരോ ടൈമിനനുസരിച്ചിട്ടും ഡേ ബൈ ഡേ എന്ത് ചെയ്യാടാ, മാനേജ്മെൻറ്റിൻ്റെ കണ്ടീഷൻസുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലംസുകൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ നമുക്ക് വേണം. അതാ പറയണത്, സ്കൂൾ പൊസീസ് ദി മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് വാരി അണ്ടർ ദി ഡിഫറെൻറ്റ് സിറ്റുവേഷൻ റിക്വയറിങ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ. ഓക്കെ, ദീസ് അപ്രോച്ച് എംഫസൈസ് ദാറ്റ് ദ സിറ്റുവേഷൻ ഈസ് ഡിറ്റർമിൻ ദ മാനേജ്മെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സിറ്റുവേഷൻസുകളാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്യണത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് അപ്രോച്ച് എംഫസൈസ് ദാറ്റ് ദ സിറ്റുവേഷൻസ് ഡിറ്റർമൈൻ ദി മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഇൻ അതർ വേർഡ്സ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആർ കണ്ടിജൻറ്റ് അപ്പോൺ ദി സ്പെസിഫിക് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ പ്ലാനിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഈ കണ്ടിജൻസി അപ്രോച്ച് സ്കൂളിൽ പറയുന്നത്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ. ദ മെയിൻ ലിമിറ്റേഷൻ ഈസ് ആർ ലാക്ക് എ സ്ട്രോങ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. പക്ഷേ ഇതിനെന്തില്ല എന്നാണ് പറയുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ കണ്ടിജൻസി അപ്രോച്ച് സ്കൂൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കണം. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് വരാം. അതുകൊണ്ട് കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ പേരുകളൊന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ പഠിച്ചത് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസുകൾ നോക്കി. പിന്നെ നമ്മളൊരു 8 എന്ത് പഠിച്ചു, മാനേജ്മെൻറ്റിൻ്റെ സ്കൂൾ ഓഫ് തോട്ടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. തരുന്ന നോട്ട്സൊക്കെ അടിപൊളിയായിട്ട് റെഫർ ചെയ്തിട്ട് തരുന്നതാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.